താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വൈദ്യുതി തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിനും സബ്സിഡികൾ നിർത്തലാക്കുന്നതിനും മേഖലയിൽ സ്വകാര്യവൽക്കരണം അടിച്ചേൽപ്പിക്കുന്നതിനും ഇടയാക്കുന്നതാണ് പുതിയ നിയമ ഭേദഗതിയെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. രാജ്യത്തിന്റെ വൈദ്യുതി മേഖല മൊത്തമായി കുത്തകകൾക്ക് തീരദാന കടച്ചുണ്ടാക്കിയ വൈദ്യുതി നിയമ ഭേദഗതി ഇന്നേ ദിവസം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പാസാക്കാൻ ഉരുമ്പെടുന്ന കേന്ദ്രക്കാരെ. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വൈദ്യുതി തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധിച്ചു. വൈദ്യുതി മേഖലയിൽ നടപ്പിലാക്കുന്ന പുതിയ ഭേദഗതി ബില്ലിനെതിരായിട്ടുള്ള ഒരു സമരപരിപാടിയായിട്ടാണ് ഇന്നത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ വൈദ്യുതി മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ തൊഴിലാളികളെയും എഞ്ചിനീയർമാരെയും ഉൾക്കൊള്ളുന്ന NCCOE എന്നൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു രാജ്യത്തിന്റെ ഊർജ മേഖല, വൈദ്യുത മേഖല എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, അത് പൊതുമേഖലയിൽ നിൽക്കേണ്ടതിന്റെ ആവശ്യകത അതിനേക്കാൾ എത്രയോ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിനും സബ്സിഡികൾ നിർത്തലാക്കുന്നതിനും മേഖലയിൽ സ്വകാര്യവൽക്കരണം അടിച്ചേൽപ്പിക്കുന്നതിനും ഇടയാക്കുന്നതാണ് പുതിയ നിയമ ഭേദഗതിയെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബുധനാഴ്ച രാവിലെ 11 മുതൽ 2 മണിക്കൂർ നേരമാണ് ജീവനക്കാർ പണിമുടക്കിയത്. രാവിലെ എല്ലാ ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധ പ്രകടനങ്ങളും മുദ്രാവാക്യം വിളികളും നടത്തി. അങ്കമാലി ഡിവിഷനിലെ തൊഴിലാളികൾ TB ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി BV റസൽ ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ലെബിൻ ജേക്കബ്, ഷിജു അയ്യപ്പൻ, ജോബി KK, തുളസി കൊല്ലം എന്നിവർ സംസാരിച്ചു. പാർലമെന്റിൽ വൈദ്യുതി ഭേദഗതി ബില്ല് അവതരിപ്പിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാം, ഇന്ന് കേന്ദ്ര സർക്കാർ ഏതൊരു ബില്ലും അപ്പം ചുടുന്ന പോലെയാണ് ഓരോ ബില്ലുകളും അവതരിപ്പിക്കുക, ചർച്ച പോലും ചെയ്യാതെ. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച എന്നുള്ളൊരു കാര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പല ബില്ലുകളും. ആ ബില്ലുകൾ ചർച്ച പോലും ചെയ്യാതെ പാസ്സാക്കി എടുത്ത് നടപ്പിലാക്കുക എന്നൊരു നയമാണ്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ കർഷക സമരം, ആ കർഷക സമരത്തിന്റെ മുഖ്യമായിട്ടുള്ള ആവശ്യം വൈദ്യുതി ഭേദഗതി ബില്ലാണ്. അതിന്റെ അപകടം ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് കർഷകരാണ് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മുടെ നിലവിലുള്ള ക്രോസ് സബ്സിഡി ഇല്ലാതാകും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു പച്ചപ്പ് കാണുന്നുണ്ടെങ്കിൽ വൈദ്യുതി വെറുതെ കിട്ടുന്ന രീതിയിൽ വൈദ്യുതി കിട്ടുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു പച്ചപ്പ് നിലനിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചറിയാം, സാധാരണക്കാരന്റെ വൈദ്യുതി ചാർജ് ഇപ്പോൾ തന്നെ ചില ആളുകൾ കൂടുതലാണ് എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ പലരും പറയുമ്പോൾ ഇനി വരാവുന്ന അവസ്ഥയെക്കുറിച്ച് പോലും ഇനി ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വൈദ്യുതി വില വർദ്ധിക്കും. കാരണം വെച്ചാൽ ഇത് ഒരു നമ്മുടെ പാവപ്പെട്ടവർക്ക് വേണ്ടിയോ ഇടത്തരക്കാർക്ക് വേണ്ടിയല്ല ഇന്നത്തെ സർക്കാർ നിലകൊള്ളുന്നത്.